നമസ്കാരം, എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ 4ാമത്തെ പാഠമായ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന ചാപ്റ്ററിലെ പൊളാരിറ്റി ഓഫ് ബോണ്ടിനെ കുറിച്ചാണ്. അപ്പൊ ഇതിന് മുമ്പുള്ള ഭാഗങ്ങൾ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ലിങ്ക് കയറി കാണുക. തുടങ്ങാം നമുക്ക്. അപ്പം ഈ ക്ലാസ്സിൽ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്താണ് പൊളാരിറ്റി ഓഫ് ബോണ്ട്, എങ്ങനെ ഉണ്ടാവുന്നു പറയാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അതുപോലെ തന്നെ 2-3 സ്ട്രക്ചർ നമ്മൾ സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അത് ചെയ്യും. പിന്നെ ഏറ്റവും അവസാനം NH3യും NF3യും തമ്മിലുള്ള കമ്പാരിസൺ. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. ഈ പൊളാരിറ്റി ഓഫ് ബോണ്ടിൽ നിന്ന് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫജൻസ് റോളും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പൊളാരിറ്റി ഓഫ് ബോണ്ടിനകത്ത് തന്നെ വരുന്നതാണ് ഈ ഫജൻസ് റോളും. പക്ഷെ അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ എടുക്കാം. അതായത് ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ അത് എടുക്കും. ഓക്കെ, ഇപ്പൊ 2 വീഡിയോ ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാം. 2ആയിട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. പൊളാരിറ്റി ഓഫ് ബോണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. എന്താണ് പൊളാരിറ്റി ഓഫ് ബോണ്ട് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മള് കോവലന്റ് ബോണ്ട് ഉണ്ട്, അയോണിക് ബോണ്ട് ഉണ്ടെന്ന് പഠിച്ചില്ലേ. പക്ഷെ ഈ കോവലന്റ് ബോണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 100% കോവലന്റ് ബോണ്ടിന്റെ ക്യാരക്ടർ ആയിരിക്കില്ല കാണിക്കുന്നത്. കുറച്ച് അയോണിക് ക്യാരക്ടർ കാണിക്കും. അതുപോലെ ഇപ്പുറത്ത് ഒരു അയോണിക് കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് 100% അയോണിക് ക്യാരക്ടർ കാണിക്കില്ല, കുറച്ച് കോവലന്റ് ക്യാരക്ടർ കാണിക്കും. അതെന്തുകൊണ്ടാണെന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. നോക്കണേ, ഞാനൊരു കോവലന്റ് ബോണ്ട് എടുക്കുകയാണ് ഹൈഡ്രജനെ കുറിച്ച്. ഹൈഡ്രജൻ സ്ട്രക്ചർ ഒക്കെ ഞാൻ വരയ്ക്കണില്ല, എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ വരയ്ക്കത്തുള്ളൂ. സ്ട്രക്ചർ വരയ്ക്കാനൊക്കെ ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് തന്നെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇനി സ്ട്രക്ചർ ഒന്നും വരയ്ക്കുന്നില്ല. ഓക്കെ, നോക്കിയാണേ, നമ്മുടെ ഹൈഡ്രജൻ H2 ഇരിക്കുകയല്ലേ. ഈ ഹൈഡ്രജൻ 2 ഇലക്ട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തല്ലേ ബോണ്ട് ഉണ്ടാക്കുന്നേ, കോവലന്റ് ബോണ്ട് വയ്ക്കുന്നേ ആണല്ലോ. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഹൈഡ്രജൻ. നോക്ക്, ഈ ഹൈഡ്രജൻ ഈ ഇലക്ട്രോണിനെ എത്ര ശക്തി വെച്ചാണോ അതിന്റെ അടുത്തോട്ട് വലിച്ചു വെക്കുന്നത്, അതേ ശക്തി ഉപയോഗിച്ചായിരിക്കുമല്ലോ ഈ ഹൈഡ്രജൻ അങ്ങോട്ട് വലിക്കുന്നത് അല്ലേ. രണ്ടും ഹൈഡ്രജൻ തന്നെ അല്ലേ, രണ്ടും ഹൈഡ്രജൻ തന്നെയാണ്. അപ്പം ഒരു ഹൈഡ്രജൻ എത്ര ശക്തി ഉപയോഗിച്ചിട്ടാണോ ഇലക്ട്രോൺസിനെ അതിന്റെ അടുത്തോട്ട് വലിക്കുന്നത്, അതേ ശക്തി ആയിരിക്കും എന്ത് ചെയ്യണേ അടുത്ത ഹൈഡ്രജനും അങ്ങോട്ട് വലിക്കുന്നത് അല്ലേ. അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ വലിക്കണേ. അപ്പൊ എന്ത് ചെയ്യില്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങൂല, അവിടെ തന്നെ നിൽക്കും. ഇലക്ട്രോൺസ് എന്ത് ചെയ്യില്ല, നീങ്ങൂല, കാറ്റ് സെന്ററിൽ തന്നെ നിൽക്കും. കാര്യം മനസ്സിലായല്ലോ. പക്ഷേ എന്താ HCl എടുക്കാം. HCl മൊത്തം വരയ്ക്കണില്ല, എനിക്ക് ആവശ്യപ്പെടാൻ മാത്രമേ വരയ്ക്കണുള്ളൂ. ഇവിടെ നോക്ക്, ഇവിടെ ഹൈഡ്രജൻ ഒരു ഭാഗത്ത് നിന്ന് ഇലക്ട്രോണിനെ അതിന്റെ അടുത്തോട്ട് വലിക്കും. ക്ലോറിൻ എന്ത് ചെയ്യും, അതിന്റെ ശക്തി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഇലക്ട്രോണിനെ അതിന്റെ അടുത്തോട്ട് വലിക്കും. ഓക്കെ, ഇങ്ങനെ ഇലക്ട്രോൺസിന് നമ്മൾ ടേംസ് പറഞ്ഞാണ് എല്ലാം. എന്താണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്താണ്, ഇലക്ട്രോണിനെ അതായത് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ആ ഇലക്ട്രോണിനെ അതിന്റെ അടുത്തോട്ട് വലിച്ചു വെക്കാൻ എടുക്കുന്ന ശക്തിയാണെന്ത്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഞാൻ ചുരുക്കിയാണ് പറഞ്ഞ എക്സ്പ്ലോർ ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് നേരത്തെ. ഓക്കെ, എന്താണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഇലക്ട്രോണിനെ എന്ത് ചെയ്യണം, ബോണ്ടിങ് പേരുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യണം, അതിന്റെ അടുത്തോട്ട് വലിച്ചു വെക്കാനുള്ള ശക്തി അല്ലേ. അപ്പം ക്ലോറിനെയും ഹൈഡ്രജൻ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ ആർക്കാണ്, ക്ലോറിനാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ക്ലോറിന് കൂടുതലാണ്. ഹൈഡ്രജനെ കമ്പയർ ചെയ്യുമ്പോൾ ക്ലോറിൻ എന്താണ്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യും, ക്ലോറിൻ എന്ത് അറിയാമോ, ഈ ഇലക്ട്രോണിനെ അതിന്റെ അടുത്തോട്ട് പിടിച്ചു വെക്കും. അപ്പൊ എങ്ങനെ സ്ട്രക്ചർ വരും, സ്ട്രക്ചർ ആണ്ട ഇങ്ങനെ വരും. നടുക്ക് നിൽക്കൂല സാധനം, എന്ത് ചെയ്യും, ഈ 2 ഇലക്ട്രോണും ക്ലോറിന്റെ അടുത്തോട്ട് പോയി നിൽക്കും. ഓക്കെ, ഇലക്ട്രോൺ നടുക്ക് നിൽക്കില്ല, എന്ത് ചെയ്യും, ക്ലോറിന്റെ അടുത്തോട്ട് പോയി നിൽക്കും ഇലക്ട്രോൺ. കാരണം ക്ലോറിന് കൂടുതൽ ശക്തി വെച്ച് എന്ത് ചെയ്യണം, ഇലക്ട്രോണിനെ വലിക്കുകയാണ് അതിന്റെ അടുത്തോട്ട്. ഹൈഡ്രജൻ അത്ര ശക്തിയില്ല വലിച്ചു വെക്കാനായിട്ട്. അപ്പൊ എന്ത് ചെയ്യും, ഇലക്ട്രോൺ അങ്ങോട്ട് പോയി നിൽക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു പോയതുപോലെയാണ്. നഷ്ടപ്പെട്ടാന്ന് വെച്ചാൽ ഇല്ല, അതിന്റെ ബോണ്ടിങ്ങിലുണ്ട് സംഭവം, എന്റെ കയ്യിലുണ്ട്, പക്ഷെ എനിക്ക് ഉപയോഗിക്കാക്കൂല, ക്ലോറിന്റെ ആയിരിക്കണം. അതാണ് അവസ്ഥ. ബോണ്ടിങ്ങിൽ ഉണ്ട് സംഭവം, പക്ഷെ എന്താണ്, ക്ലോറിന്റെ ഇരിക്കണം. ക്ലോറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഇലക്ട്രോൺ കൂടുതൽ കിട്ടിയ പോലെ ഇരിക്കും അല്ലേ. കാരണം എന്താണ്, ഇവിടെ ഇലക്ട്രോൺ അങ്ങോട്ട് വലിച്ചിരിക്കുകയാണ്. അപ്പം കുറഞ്ഞ കൂടുതൽ കിട്ടിയ പോലെ ഇരിക്കും. എന്നാൽ പൂർണ്ണമായിട്ട് കിട്ടിയാ ഇല്ല, പൂർണ്ണമായിട്ട് കിട്ടിയിട്ടും ഇല്ല, എന്നാൽ കുറച്ച് കിട്ടുകയും ചെയ്തു. അപ്പൊ ആ ഇലക്ട്രോണിന്റെ എഫക്ട് ഉണ്ടല്ലോ, ആ എഫക്ട് കാരണം എന്ത് ചെയ്യും, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാകും, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുവോ, ഇല്ല. അതുപോലെ പൂർണ്ണമായിട്ട് കിട്ടുവോ, ഇല്ല. അപ്പൊ പൂർണ്ണമായിട്ട് കിട്ടാത്തതുകൊണ്ട് +1 നമുക്ക് എഴുതാൻ പറ്റൂല. അയോണിക് ബോണ്ടിൽ +1 -1 ഒക്കെ എഴുതിയില്ലേ, അതുപോലെ എഴുതാൻ പറ്റില്ല, ഇവിടെ എഴുതാൻ പറ്റൂല. പകരം എന്ത് ചെയ്യും, ഒരു ചെറിയ ചാർജ് കിട്ടി, ചെറിയ ചാർജ് ഡെൽറ്റ കൊണ്ട് സൂചിപ്പിക്കുന്നു. ചെറിയ ചാർജ് എന്ന് കാണിക്കാനാണ് ഡെൽറ്റ സിമ്പൽ ഇടുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ക്ലോറിന് ഒരു -ഡെൽറ്റ ചാർജ് കിട്ടും, ഹൈഡ്രജന് ഒരു +ഡെൽറ്റ എഫക്ട് കിട്ടും. കാരണം എന്താണ്,
ഹൈഡ്രജന്റെ ഇത് ഇലക്ട്രോൺ അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയി, പൂർണ്ണമായിട്ട് നഷ്ടപ്പെടൂല. അതുകൊണ്ടാണ് എന്ത് ചെയ്യണേ, ചെറിയ ചാർജ് ഉണ്ടാവുന്നേ. ഓക്കെ, അപ്പം ഒരുപോലത്തെ മോളിക്യൂൾ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ ഉദാഹരണത്തിന് O ഡബിൾ ബോണ്ട് O, ഈ ഓക്സിജനും ഒരേപോലെ ഇലക്ട്രോണെ വലിക്കത്തുള്ളൂ അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ സെന്ററിൽ തന്നെ നിൽക്കും. നൈട്രജന്റെ ഗ്യാസ് എടുത്താൽ അതിനാണ് അവസ്ഥ. അതിലുള്ള ഇലക്ട്രോൺസിനെ രണ്ടുപേരും ഒരേപോലെ വലിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും? നടുക്ക് തന്നെ നിൽക്കും. F2 എടുത്താൽ അതിന്റെ അവസ്ഥ ആണല്ലോ, സെന്ററിൽ തന്നെ നിൽക്കും അല്ലേ? പക്ഷേ അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ഒരുപോലത്തെ മോളിക്യൂൾ എടുത്തപ്പോഴാണ് അത് സംഭവിച്ചത്. പക്ഷെ ഇവിടെ എങ്ങനെയാണോ? അല്ല, വ്യത്യസ്ത ആറ്റംസ് ആണല്ലോ. അപ്പം ഒരുപോലത്തെ ആറ്റം ഉണ്ടാക്കുന്ന ഇതിനെ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണില്ല, ചാർജ് ഡിഫറൻസ് ഒന്നും ഇല്ല. ഇവിടെ ചാർജ് ഡിഫറൻസ് ഉണ്ട്, ഇവിടെ ചാർജ് ഡിഫറൻസ് ഇല്ല. ഈ ചാർജ് ഡിഫറൻസ് ഇല്ലാത്ത ഇവരെ വിളിക്കുന്ന പേരാണ് നോൺ പോളാർ കോമ്പൗണ്ട്. നോൺ പോളാർ കോമ്പൗണ്ട്. അപ്പൊ ഇതെന്ന് വിളിക്കാം, ചാർജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഇത് നമുക്ക് എന്ത് വിളിക്കാം? പോളാർ കോമ്പൗണ്ട് എന്ന് വിളിക്കാം. ഓക്കെ, പോളാർ മോളിക്യൂൾ എന്നോ പോളാർ കോമ്പൗണ്ട് എന്ന് വിളിക്കാം. ഇവിടെ കോവാലന്റ് ബോണ്ടല്ലേ ഉണ്ടാക്കിയത്, സോ വേണമെങ്കിൽ പോളാർ കോവാലന്റ് കോമ്പൗണ്ട് എന്ന് വിളിക്കാം. അതുപോലെ ഇവിടെ എല്ലാം കോവാലന്റ് ബോണ്ടിങ് അല്ലേ, നമുക്ക് എന്ത് ചെയ്യാം? നോൺ പോളാർ കോവാലന്റ് കോമ്പൗണ്ട് എന്ന് വിളിക്കാം. അതുപോലെ ഇതിനെ വിളിക്കാം പോളാർ കോവാലന്റ് കോമ്പൗണ്ട് എന്ന് വിളിക്കാം. അത് കോവാലന്റ് ബോണ്ടിങ് ഉണ്ടായതൊക്കെ കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. അല്ലെങ്കിൽ സിംപ്ലി പോളാർ കോമ്പൗണ്ട് എന്നോ പോളാർ മോളിക്യൂൾ എന്നോ വിളിച്ചാലും മതി. അതുപോലെ ഇവിടെ നോൺ പോളാർ മോളിക്യൂൾ എന്നോ നോൺ പോളാർ കോമ്പൗണ്ട് എന്ന് വിളിച്ചാലും മതി, കറക്റ്റ് ആണ്. ഓക്കെ, മോശമായി ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, ഇനി നോക്കിയോ, ഇനി ഞാൻ പറഞ്ഞ നോക്കിയാണേ, ഒരു HCl എടുത്ത് വീണ്ടും അതേ ഉദാഹരണം തന്നെ എടുത്ത് നേരത്തെ പറഞ്ഞ കണക്ക് ഇലക്ട്രോൺ അതിന്റെ അടുത്തൊരു വലിച്ചു വയ്ക്കും. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഒരു മൈനസ്, ഇവിടെ ഒരു പ്ലസ് ഡെൽറ്റയും ഇവിടെ ഒരു മൈനസ് ഡെൽറ്റ എഫക്ട് ഉണ്ടാവും ആണല്ലോ. വേറെ കോമ്പൗണ്ട് എടുക്കുകയാണ് HF. അവിടെ എന്ത് ചെയ്യും? ഇതേ പറഞ്ഞ കണക്ക് പ്ലസ് ഡെൽറ്റയും മൈനസ് ഡെൽറ്റ എഫക്ട് ഉണ്ടാവുമല്ലോ, കാരണം ഫ്ലൂറൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ വാല്യൂയും എന്തായാലും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ഈ പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്ന വാല്യൂ മൈനസ് ഈ പ്ലസ് ഡെൽറ്റ എഫക്ട് എന്ന് പറയുന്ന വാല്യൂ ഒരുപോലെ ആയിരിക്കുമോ? ഇല്ല, ഇവിടെ ഒരു വ്യത്യാസം കാണുമല്ലോ. അത് സൂചിപ്പിക്കാനാണ് നമ്മൾ പുതിയ ടൈം കൊണ്ടുവന്ന ഡൈപോൾ മൊമെന്റ്. ശ്രദ്ധിക്കണേ, ഡൈപോൾ മൊമെന്റ് ആണ്, മൂവ്മെന്റ് അല്ല. ഡൈപോൾ മൊമെന്റ് എന്താണെന്ന് അറിയാമോ? ഡൈപോൾ മൊമെന്റ് ഈസ് ഈക്വൽ ടു, അത് പറയുന്ന മുമ്പ് നോക്കണേ, ഇതാ ഒരു പ്ലസ് ചാർജ് ഉണ്ടെന്ന് വെച്ചോ, ഒരു പ്ലസ് ക്യൂ എഫക്ട്, ഒരു ചാർജ് ഉണ്ട്, പ്ലസ് ചാർജ് ഉണ്ട്, ഒരു മൈനസ് ചാർജ് ഉണ്ടെന്ന് വെച്ചോ. ഒരു പ്ലസ് ചാർജ് ഉണ്ട്, ഒരു മൈനസ് ചാർജ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ചാർജ് സെയിം ആണ്, സൈൻ മാത്രമേ എന്തുള്ളൂ, ഓപ്പോസിറ്റ് ഉള്ളൂ. ഒരു പ്ലസ് ചാർജ് ഉണ്ട്, ഒരു മൈനസ് ചാർജ് ഉണ്ട്. ഇവർ തമ്മിൽ ആർ ഡിസ്റ്റൻസ്, അതായത് എത്രയോ ഡിസ്റ്റൻസ് എന്താണ് ദൂരെയാണ് ഇരിക്കണേ, ആർ ഡിസ്റ്റൻസ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണത് ആർ എന്ന് പറയണേ. ഒരു പ്ലസ് ചാർജും ഒരു മൈനസ് ചാർജും ആർ ഡിസ്റ്റൻസിൽ അകത്തിരിക്കുകയാണെന്ന് വെച്ചോ. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ചാർജസ്. ഓക്കെ, എന്താണ്? ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജ്. അപ്പൊ നമുക്ക് ഇവിടെ പ്ലസ് ക്യൂ മൈനസ് ക്യൂ അല്ലേ, അപ്പൊ ഏതെടുക്കുന്ന കൺഫ്യൂഷൻ പെടണ്ട, മോഡുലസ് ഓഫ് ക്യൂ എടുക്കാം. എന്തായാലും പ്ലസും വേണ്ട മൈനസും വേണ്ട, ക്യൂ ഇൻറ്റു ഡിസ്റ്റൻസ് എത്ര? ആർ, ക്യൂ ആർ. ഇതാണെന്ത്? ഡൈപോൾ മൊമെന്റ് ആണ്, ക്യൂ ഇൻറ്റു ആർ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ നോക്ക്, ക്യൂ എന്താണ്? ക്യൂ എന്തിനു പറയും? കൂളത്തിലല്ലേ പറയുന്നേ, ഡിസ്റ്റൻസോ മീറ്ററിൽ. അങ്ങനെയാണെങ്കിൽ ക്യൂ ഇൻറ്റു ആർ എന്തായിരിക്കും? ഇത് നോക്കിയാണേ. ഓക്കെ, അപ്പൊ ക്യൂ ഇൻറ്റു ആർ എന്തായിരിക്കും? ക്യൂ എന്ന് വെച്ചാൽ സി, ആർ എന്ന് വെച്ചാൽ എം. അപ്പൊ എന്താണ്? ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് എന്താണ്? കൂളം മീറ്റർ ആണ്. ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് എന്താണ്? കൂളം മീറ്റർ ആണ്. യൂണിറ്റ് കൂളം മീറ്റർ ആണ്. അതുപോലെ തന്നെ ഡേ ബൈ എന്ന് പറയും, ക്യാപിറ്റൽ ഡി കൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. ഡൈപോൾ മൊമെന്റിനെ ക്യാപിറ്റൽ ഡി കൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. അതായത് ഈ ഡി ബൈ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചാട്ടാ, അവനാണ് അങ്ങനെ പറയുന്നത്. ഡേ ബൈ സയന്റിസ്റ്റ് കണ്ടുപിടിച്ച്, അപ്പം ഡി എന്ന് സൂചിപ്പിക്കാറുണ്ട്. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡി ഈക്വൽ ടു ഡാഷ് സി എം എന്ന്. അതായത് ഡിയും കൂളം മീറ്ററും തമ്മിലുള്ള യൂണിറ്റ് കൺവേർഷൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്.
ഡി ഈക്വൽ ടു ഡാഷ് ക്യൂ സി എം എന്ന്. ഡേബയും കൂളമീറ്ററും തമ്മിലുള്ള യൂണിറ്റ് കൺവേർഷൻ പഠിക്കണ ഇമ്പോർട്ടന്റ് ആണ്. 3.33 into 10⁻⁻30 ഇത്രയെങ്കിലും പഠിച്ചു വെക്കുക. ഒരു 5-6 വാല്യൂസ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പഠിച്ചു വെക്കുക. 3.33 into 10⁻⁻30 കൂളമീറ്റർ. ടെസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ വാല്യൂ കാണാം. ഞാൻ വേണമെങ്കിൽ മൊത്തം കാണിച്ചു തരാം. ഇതൊക്കെയാണേ മൊത്തം വാല്യൂ പറയണമെങ്കിൽ 3.33 into 564 3.33 564 into 10⁻⁻30 കൂളമീറ്റർ ആണ്. D equal to 3.33 564 into 10⁻⁻3 കൂളമീറ്റർ. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ, 3.33 564 എളുപ്പമല്ലേ? 564 into 10⁻⁻3 അല്ല -30 കൂളമീറ്റർ. ഓക്കെ, മാറ്റിയാണേ. ഓക്കെ, കുറച്ച് കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഡൈപോൾ മൊമെന്റ് അല്ലേ, ഡൈപോൾ മൊമെന്റ് സൂചിപ്പിക്കുന്ന സിമ്പൽ ആണ് മ്യൂ. യു അല്ല, മ്യൂ ആണ് മ്യൂ. ഓക്കെ, ഡൈപോൾ മൊമെന്റ് സൂചിപ്പിക്കുന്ന സിമ്പൽ ആണ് മ്യൂ. ഈ ഡൈപോൾ മൊമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ. എന്താണ് എന്താണ് പറയട്ടെ. എന്തൊക്കെയുണ്ട്? മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, എന്താ പിന്നെ എന്തുണ്ട്? ഡയറക്ഷനും ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റി ആണ് എന്ത്? വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പം നമ്മുടെ ഡൈപോൾ മൊമെന്റ് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ Q into R ആണ് മാഗ്നിറ്റ്യൂഡ് എന്ന്. Q R ആണെന്ന് പറഞ്ഞില്ലേ? Q into R ആണ് മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷനോ? ഡയറക്ഷൻ നമ്മൾ ഇനി ചെയ്യുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഒരു കാര്യം പറയണം. ഹേട്ടാ നോക്കിയോ, ഈ ഡയറക്ഷൻ അല്ലേ, ഈ ഡയറക്ഷൻ നമ്മള് ഇങ്ങനെ ഒരു സിമ്പൽ വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുന്നതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇപ്പോൾ പറയണേ. തെറ്റാണ് പഠിപ്പിക്കണമെന്ന് വിചാരിക്കരുത്. ഫിസിക്സ് പഠിക്കുന്ന പോലെ അല്ല. നമ്മൾ കെമിസ്ട്രി സംബന്ധിച്ചിടത്തോളം പഠിക്കുന്നത് ഇങ്ങനെയാണ്. വേറെ ഒന്നുമല്ല, നമ്മളെ HCl ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ, ഇലക്ട്രോൺ ഇവിടെ നിന്ന് അങ്ങോട്ടല്ലേ പോണേ. HCl കമ്പയർ ചെയ്യുമ്പോൾ ക്ലോറിൻ എന്താണ്? ക്ലോറിനാണ് ഇലക്ട്രോൺ വാങ്ങിക്കുന്നത്. അത് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യണേ? അങ്ങോട്ടാണ് ഇലക്ട്രോൺ പോയതെന്ന് കാണിക്കാൻ നെഗറ്റീവ് ഭാഗത്ത് എന്ത് ചെയ്യും? ആരോ ഇടും. പോസിറ്റീവ് ഭാഗത്ത് അതുപോലെ പോസിറ്റീവ് സിമ്പൽ വരും. അങ്ങനെ ഓർത്താലും മതി. സംഭവം ശരിക്കും എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോൺ അങ്ങോട്ടാണ് പോയത് എന്ന് കാണിക്കാനാണ് എന്ത് ചെയ്തത്? സിമ്പൽ അങ്ങോട്ട് വരച്ചേ. ഓക്കെ, HCl ഇങ്ങനെയാണ് വരച്ചെങ്കിലോ നമ്മൾ എങ്ങനെ വരച്ചേനെ? ഇങ്ങോട്ട് വരച്ചേനെ. കാരണം ഇലക്ട്രോൺ ഇങ്ങോട്ടാണ് പോണത് എന്ന് കാണിക്കാൻ. ഓക്കെ, അത്രയുള്ള കാര്യം. ഇലക്ട്രോൺ അങ്ങോട്ടാണ് പോണെന്ന് കാണിക്കാനാണ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത്. ഫിസിക്സ് പഠിപ്പിക്കുമ്പോൾ നേരെ തിരിഞ്ഞു വരും. ഡൈപോൾ മൊമെന്റ് ഫിസിക്സിൽ പഠിക്കാറുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. കെമിസ്ട്രി സംബന്ധിച്ചിടത്തോളം പറയാനുള്ള കാരണം ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് കാണിക്കാനാണ്. ഇലക്ട്രോൺ ആണ് അങ്ങോട്ട് പോയത് എന്ന് കാണിക്കാൻ നമ്മൾ സിമ്പൽ ഇങ്ങനെ എടുത്തത്. ഓക്കെ, ബാക്കി വായിച്ചിട്ട് പറയാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സ്ട്രക്ചർ വരച്ചിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതിയിൽ ഞാൻ പഠിപ്പിച്ചു തരാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്തെന്ന് അറിയാമോടാ? നോക്കിയോ, ഒരു ഉദാഹരണം പറയണേ. BeCl2ന്റെ നെറ്റ് ഡൈപോൾ മൊമെന്റ് എത്രയായിരിക്കും? ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. എന്നാൽ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കോ, കുറവായിരിക്കോ, കൂടുതലായിരിക്കോ, അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യം പറഞ്ഞോട്ടെ, സിമെട്രിക് കോമ്പൗണ്ട് ആണെങ്കിൽ, സിമെട്രിക് ആണ് അതിന്റെ സ്ട്രക്ചർ എങ്കിൽ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. അത് ഓർത്ത് വെക്കുക. സിമെട്രിക് ആണ് സാധനമെങ്കിൽ എന്ത് ചെയ്യും? നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. എങ്ങനെ നോക്കാം? BeCl2 അപ്പൊ നോക്കിയാണ്, ഇങ്ങോട്ടൊരു Cl, ഇങ്ങോട്ട് Cl ആണല്ലോ. ഇതല്ലേ BeCl. ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് സ്ട്രക്ചറിന്റെ ഷേപ്പ് ഒക്കെ പഠിക്കാനുണ്ട്. ഇപ്പൊ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടില്ല. ഇത് കഴിഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ, BSc പേർക്ക് തുടങ്ങാൻ പോണേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും വീഡിയോ സ്ട്രക്ചർ ഷേപ്പ് ഒക്കെ പറഞ്ഞുതരാം. അപ്പൊ അതുവരെ തൽക്കാലം അഡ്ജസ്റ്റ് ഞാൻ വീഡിയോ ചെയ്തു തരാം. ഓക്കെ, ഉറപ്പായിട്ട് ഉടനെ ചെയ്യാം. അപ്പൊ നമുക്ക് BeCl ഇങ്ങനെയല്ലേ? അപ്പൊ നോക്കണേ, ക്ലോറിനവിടെ നെഗറ്റീവ് ചാർജ് വരും, ഇവിടെ നെഗറ്റീവ് ചാർജ് വരും. സോ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും ആണല്ലോ. അപ്പം നോക്ക്, ഇവിടെ പോസിറ്റീവ് അല്ലേ? ഇവിടെ നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ടായിരിക്കുമല്ലോ പോണത്, വെക്ടർ പോകുന്നത്. നമുക്ക് പോസിറ്റീവ് നെഗറ്റീവിലോട്ട്. ഇവിടെ നോക്ക്, ഇവിടുത്തെ കേസ് അതല്ലേ സംഭവിക്കുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ പോകത്തുള്ളൂ. ഇവിടെയും BeCl ഇവിടെയും BeCl ആണല്ലോ. അപ്പം ഇവിടത്തെ എത്രയാണോ അതേ സെയിം ആയിരിക്കണ്ടേ ഇവിടെയും, അല്ലേ? ഇവിടെ അങ്ങോട്ട് എത്ര ഫോഴ്സിലാണോ പോകുന്നത് അതേ ഫോഴ്സിൽ അതേ വെക്ടറല്ലേ ഇങ്ങോട്ട് വരുന്നത്. അപ്പം നിങ്ങൾ പഠിച്ചാണ് ഫിസിക്സിൽ, അതിന്റെ ഈക്വൽ ഓപ്പോസിറ്റ് വെക്ടർ എന്ത് ചെയ്യും? തമ്മിൽ ക്യാൻസൽ ചെയ്യും. അപ്പൊ ഈ വെക്ടറും എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്തിട്ട് നെറ്റ് മ്യൂ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഞാൻ വരച്ചപ്പോ നിങ്ങളെ കൂടി പോയിട്ട് കണക്കാക്കണ്ട.
BECലും ഒരുപോലെയാണ് വരയ്ക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ദൂരവും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വെക്ടറും സെയിം ആണ്. അപ്പൊ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ആയിട്ട് ക്യാൻസൽ ആയി പോകും. സോ നെറ്റ് ഡൈപോൾ മൊമെന്റ് എത്ര ആയിരിക്കും, 0 ആയിരിക്കും. നേരത്തെ പറഞ്ഞ് സിമെട്രിക് ആണെങ്കിൽ നടുക്ക് വെച്ച് കൈ വെച്ച് നോക്ക്, ഇങ്ങോട്ട് അങ്ങോട്ട് ഒരുപോലെ ഇരിക്കണേ അല്ലേ, കൈ വെച്ച് നോക്ക്, ഇവിടെ CL അങ്ങോട്ട് CL ഒരുപോലെ ഇരിക്കണേ. സിമെട്രിക് ആണെങ്കിൽ, വീണ്ടും പറയാം, സിമെട്രിക് ആണെങ്കിൽ mu equal to 0 ആയിരിക്കും, ഡൈപോൾ മൊമെന്റ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അടുത്ത സെക്ഷനിലോട്ട് പോവാം. നോക്കണേ. ഓക്കെ, അടുത്തിലോട്ട് നോക്കാം. അടുത്താണ് വാട്ടർ വരയ്ക്കാം. വാട്ടർ സിമ്പിൾ ആണ്. വാട്ടർ സ്ട്രക്ചർ അറിയാലോ, എങ്ങനെയാണ്, ഒരു ബെൻഡ് ഷേപ്പ് ആണല്ലേ. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞാണ് വാട്ടറിന്റെ ഷേപ്പ് ബെൻഡ് ഷേപ്പ് ആണെന്ന്. ഓക്കെ, ഇവിടെ നോക്കെ 2 4, ബാക്കി 4 വേണ്ടേ, 4 ഓക്സിജൻ ഒക്സിജൻ ഫില്ല് ആവത്തുള്ളൂ. ഇപ്പൊ ഓക്കെ, ഇവിടെ നോക്കിയാണ്, ഈ പറഞ്ഞ ഹൈഡ്രജൻ ഓക്സിജൻ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഓക്സിജൻ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. സോ എന്താണ്, ഇങ്ങോട്ടാണെന്ത് ആ പറഞ്ഞ വെക്ടർ പോകുന്നത്, ഇവിടെ സെയിം H പോകും, അങ്ങോട്ടാണെന്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. സോ ഇങ്ങോട്ട് പോകും, ഹൈഡ്രജനാണ് പോസിറ്റീവ്. ഞാൻ നേരത്തെ പറഞ്ഞ ആർക്കാണോ പോസിറ്റീവ് അവിടെ എന്ത് ചെയ്യും, ഈ വരെയും നെഗറ്റീവ് അടുത്ത് ആരോ വരെയും ചെയ്യും. നോക്കിയാണ്, ഈ ലോൺ പെയർ ഇല്ലേടാ, ഈ ലോൺ പെയറിന് ഒന്നുണ്ടെന്ന് അറിയാമോ, ഈ പറഞ്ഞ ബോണ്ട് ഉണ്ട്, ഈ വെക്ടർ വരയ്ക്കണം. എങ്ങോട്ട് വരയ്ക്കണം അറിയാമോ, ഈ നടുക്കുള്ള ആറ്റത്തിൽ നിന്നും പുറത്തോട്ട് വരയ്ക്കണം. ഓക്കെ, ലോൺ പെയർ ഇവിടെ ഇരിക്കണേ, അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് പുറത്തോട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങോട്ട് വരയ്ക്കണം ലോൺ പെയർ, അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട്. ഓക്കെ, കാര്യം മനസ്സിലായേ. നോക്കിയാണേ, ലോൺ പെയറിലെ ഇലക്ട്രോൺസ്, ഈ പറഞ്ഞ ഇലക്ട്രോൺസ് നമ്മൾ എന്ത് വരയ്ക്കണം, ഈ പറഞ്ഞ വെക്ടർ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കും, പുറത്തോട്ട് വരയ്ക്കണം, ആറ്റത്തിൽ നിന്ന് പുറത്തോട്ട് വരയ്ക്കണം. വെക്ടർ ആറ്റത്തിൽ നിന്ന് എപ്പോഴും പുറത്തോട്ടേ വരയ്ക്കാവൂ. അപ്പൊ അവിടെ വരച്ച്, അപ്പൊ നമുക്ക് ഈ വെക്ടർ ഇങ്ങോട്ട്, ഈ വെക്ടർ ഇങ്ങോട്ട്, അപ്പൊ ചുരുക്കി പറയാൻ എന്ത് ചെയ്യും, ടോട്ടൽ സം എന്ത് ചെയ്യും, ആഡ് ആയി മുകളിലോട്ട് പോകും ആണല്ലോ. അതുപോലെ ഇവിടെ ഇങ്ങോട്ട്, ഇവിടെ ഇങ്ങോട്ടും, അത് രണ്ടും മുകളിലോട്ടല്ലേ, അപ്പൊ അതിന്റെയും വെക്ടർ ആഡ് ആയിട്ട് എന്ത് ചെയ്യും, മുകളിലോട്ട് വരും. ചുരുക്കി പറയാൻ എന്താണ്, HOHന്റെ ടോട്ടൽ മ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടായിരിക്കും, മുകളിലോട്ട് ഡയറക്ഷനിലായിരിക്കും. എന്തുകൊണ്ടാണ്, ഈ രണ്ട് Hന്റെയും വെക്ടർ ആഡ് ചെയ്യാൻ മുകളിലോട്ടാണ്. അതുപോലെ ഈ രണ്ട് സംഭവം എന്താണ്, മുകളിലോട്ട് വരച്ചിരിക്കണം. അപ്പൊ എന്ത് ചെയ്യും, മുകളിലോട്ട് തന്നെയാണ് അതിന്റെ വെക്ടർ എന്ത് ചെയ്യും, ആഡായിട്ട് മുകളിലോട്ട് തന്നെ വരും. നിങ്ങൾ എത്തിച്ച് വെക്ടർ പഠിച്ചല്ലേ, അപ്പൊ അറിയാമായിരിക്കുമല്ലോ, അതിന്റെ ആഡായിട്ട് എന്ത് ചെയ്യും, മുകളിലോട്ട് തന്നെ വരും. അപ്പൊ ടോട്ടൽ വെക്ടർ എന്താണ്, മുകളിലോട്ടാണ്. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. ബാക്കിയാണ് അടുത്ത നോക്കാം. അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് കാർബൺ മോണോക്സൈഡ് നോക്കാം, കാർബൺ ഡയോക്സൈഡ് നോക്കാം. അപ്പം C ഡബിൾ ബോണ്ട് O കാർബണും ഓക്സിജൻ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഓക്സിജൻ ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ മൈനസ് ചാർജ്, സോ സെയിം ഹിയർ, ഇവിടെ മൈനസ് ചാർജ്, സോ ഇവിടെ പ്ലസ് ചാർജ്. അപ്പൊ എന്ത് ചെയ്യും, ഇവിടുന്ന് ഇങ്ങോട്ടാണ് ആരോ ആണല്ലോ. ഇവിടുത്തെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ചെയ്യുന്നത് സെയിം, ഇവിടുന്ന് ഇങ്ങോട്ടാണ് ആരോ ആണല്ലോ. നമുക്ക് സിയും ഓയും ഇവിടെയും സിയും ഓയും സെയിം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വെക്ടർ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ മ്യൂ എന്തായിരിക്കും, ഈക്വൽ ടു 0, മ്യൂ ഈക്വൽ ടു 0 അല്ലേ. രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് പോണത്, സെയിം വെക്ടർ ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ക്യാൻസൽ ആയി പോവും, ടോട്ടൽ മ്യൂ ഈക്വൽ ടു 0. എന്തായാലും പറഞ്ഞോട്ടെ, സിമെട്രിക് അല്ലേ. നോക്ക്, നടുക്കൈ വെച്ച് നോക്ക്, ഇങ്ങോട്ട് ഡബിൾ ബോണ്ട് പോകും, അങ്ങോട്ട് ഡബിൾ ബോണ്ട് പോകും, സിമെട്രിക് ആണ്. സോ ഡയറക്റ്റ് നമുക്ക് എന്താ എഴുതാം, മ്യൂ ഈക്വൽ ടു 0 എഴുതാം. അടുത്തിലോട്ട് പോവാം, ബാക്കിയാണേ. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അടുത്താണ് BF3. ഇത് ഷേപ്പ് ഞാൻ പറഞ്ഞ ഷേപ്പിന്റെ വീഡിയോ പ്രത്യേകം ചെയ്യാം, സമയം കിട്ടിയില്ല. ഓക്കെ, BF3 എങ്ങനെയാണ് BF3 ഇരിക്കുന്നത് കേട്ടാ. എല്ലാത്തിന്റെ ആംഗിൾ 120 ഡിഗ്രി ആണേ. സോ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് വിചാരിക്കും, ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടെന്ന് വിചാരിക്കും, പക്ഷെ ഈക്വൽ ടു 0 ആണ്. നോക്കാം എന്തുകൊണ്ടാണെന്ന്, കിട്ടില്ല. നോക്കിയാണേ, ബിയും എഫും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലൂറിൻ ആണെന്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. സോ ഇങ്ങോട്ടാണ് ഡയറക്ഷൻ. സെയിം ഹിയർ, ഇവിടെ അങ്ങോട്ടാണ് ഡയറക്ഷൻ, ഇവിടെ അങ്ങോട്ടാണ് ഡയറക്ഷൻ. നോക്ക്, മൂന്ന് വഴിക്കല്ലേ പോണ. അപ്പൊ ക്യാൻസൽ ആവും തോന്നുന്നുണ്ടോ, ക്യാൻസൽ ആവും. കാരണം നോക്ക്, ഇത് രണ്ടും ഇത് ഇങ്ങോട്ടല്ലേ. ഇപ്പം ഏതെങ്കിലും രണ്ടെണ്ണം എടുത്ത് വെച്ചു, ഇത് എടുക്കുകയാണെങ്കിൽ ഇത് ഇങ്ങോട്ട് പുറത്തോട്ടല്ലേ. അപ്പൊ എന്ത് ചെയ്യും, ഇതിന്റെ വെക്ടർ എങ്ങോട്ട് വരും, ഇതാ ഇങ്ങോട്ട് വരും. അപ്പൊ ആ വെക്ടറും ഈ വെക്ടറും തമ്മിൽ ക്യാൻസൽ ആയി പോകും ആണേ. ഇനി അതല്ല, ഞാൻ എന്താ ഇതെല്ലാം എടുത്തത്, ഇത് രണ്ടും എടുക്കുകയാണെന്ന് വെച്ചോ, ഇത് രണ്ടും എടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, ഇതിന്റെയും വെക്ടർ സം എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരും. ഇതിന്റെ രണ്ടിന്റെയും വെക്ടർ സമ്മ് താഴോട്ട് പോകും. അപ്പൊ ഈ വെക്ടർ സമ്മും ഇത് തമ്മിൽ ക്യാൻസൽ ആയി പോകും. അതല്ല, ഇത് എടുത്താലും സെയിം അല്ലേ, ഇത് അങ്ങോട്ട് ഇത് ഇങ്ങോട്ട്, വെക്ടർ സം എന്ത് ചെയ്യും, അങ്ങോട്ട് വരും. സോ ഇത് എന്ത് ചെയ്യും, ഇതും ക്യാൻസൽ ആയി പോകും. അപ്പൊ നെറ്റ് എന്ത് ചെയ്യും, നെറ്റ് ഈക്വൽ ടു 0.
അല്ലെങ്കിൽ തന്നെ നമുക്ക് സിമെട്രിക് അല്ലേ, നടുക്ക് കൈ വെച്ച് നോക്കിയാണ് ഒരു പോലെ ഇരിക്കണേ അപ്പുറത്തും ഇപ്പുറത്തും അല്ലേ, സിമെട്രിക് ആണ്. എങ്ങനെ നോക്കിയാലും mu equal to 0. ഒരു കാരണം എന്താണ്? കാരണം ഇങ്ങനെ തന്നെ പഠിക്കണം. ഏതെങ്കിലും രണ്ട് ഫ്ലൂറിൻ ബോറോൺ തമ്മിൽ ഉണ്ടാക്കുന്ന വെക്ടറും മറ്റേ ഫ്ലൂറിൻ ബോറോൺ തമ്മിൽ ഉണ്ടാക്കുന്ന വെക്ടർ എന്ത് ചെയ്യും? തമ്മിൽ ക്യാൻസൽ ആയി പോകും. ഒരു കൂടി ഏതെങ്കിലും രണ്ട് ഫ്ലൂറിൻ ബോറോൺ വെക്ടറും ബാക്കിയുള്ള ഫ്ലൂറിൻ ബോറോൺ വെക്ടറും തമ്മിൽ എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. അതാണ് കാര്യം. അടുത്തതായിട്ട് പോവാം. അടുത്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ബാക്കിയാണ്. ഓക്കെ, ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ പരീക്ഷ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. വേറെ ഒന്നുമല്ല, NH3യും NF3യും NH3യും അപ്പം ഇതിൽ നൈട്രജൻ കോമൺ ആണല്ലോ. പക്ഷെ ഹൈഡ്രജനും ഫ്ലൂറിനും ഹൈഡ്രജൻ തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഫ്ലൂറിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി വളരെ കൂടുതലാണ് ആർക്ക്? ഫ്ലൂറിന്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് വിചാരിക്കും? സ്വാഭാവികമായിട്ടും NH3യെക്കാളും NF3ക്കായിരിക്കും ഡൈപോൾ മൊമെന്റ് കൂടുതൽ എന്ന് വിചാരിക്കും. വീണ്ടും ശ്രദ്ധിക്കണേ, ക്വസ്റ്റ്യൻ പരീക്ഷ ചോദിക്കണതാണ്. ഫ്ലൂറിനും ഹൈഡ്രജൻ തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഫ്ലൂറിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി വളരെ വളരെ കൂടുതലാണ്. അപ്പോഴ് ഈ NH3യും NF3യും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം നമ്മൾ എന്ത് വിചാരിക്കും? NH3യെക്കാളും NF3ക്കായിരിക്കും ഡൈപോൾ മൊമെന്റ് കൂടുതൽ എന്ന് വിചാരിക്കും. പക്ഷേ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കണേ. NH3ക്കാണ് ഡൈപോൾ മൊമെന്റ് കൂടുതൽ, NF3ക്ക് കുറവാണ്. ഇതെന്തുകൊണ്ടാണെന്നാണ് എല്ലാ പരീക്ഷയും ചോദിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. വൈ NH3 and NF3, comparing NH3 and NF3, dipole moment is more in NH3. Why? ഇതാണ് ക്വസ്റ്റ്യൻ. ചോദിക്കാനുള്ള കാരണം ഇതാണ്. ഫ്ലൂറിനും ഹൈഡ്രജനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലൂറിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്. സോ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് വിചാരിക്കും? അവർക്കല്ലേ ഡൈപോൾ മൊമെന്റ് കൂടുതലല്ലേ വിചാരിക്കുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. എന്തുകൊണ്ടാണെന്ന് നോക്കാം. മാക്കിയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. നോക്കാം, നോക്കിയാണേ. NaHH ഇലക്ട്രോൺ, അതുപോലെ NaF കണ്ടില്ലേ? രണ്ടിന്റെയും സ്ട്രക്ചറും ഒരുപോലെയാണ്. രണ്ടിനും പിരമിഡൽ ഷേപ്പ് ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. രണ്ടും പിരമിഡൽ ഷേപ്പ് ആണ്. ഫ്ലൂറിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്. എന്നിരുന്നാലും ഇവിടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് കുറവാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കാം എന്താണെന്ന്. ഒരുപാടാണ് ചോദിച്ചിട്ടുണ്ടേ. ഈ പടം വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. നോക്കിയാണേ, ഈ ഹൈഡ്രജനും നൈട്രജനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ? നൈട്രജന്. സോ എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഇലക്ട്രോൺ പോകും. ആണല്ലോ. സെയിം ഇവിടെയും അങ്ങോട്ട് ഇലക്ട്രോൺ പോകും. സെയിം ഇവിടെയും അങ്ങോട്ട് പോകും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ് ലോൺ പെയർ ഉണ്ടെങ്കിൽ ലോൺ പെയറിന്റെ ഡൈപോൾ മൊമെന്റ് എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് ആണ്. നൈട്രജന്റെ ഓപ്പോസിറ്റ് ആണ്. അങ്ങോട്ട് പോകും. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും അല്ലേ? സെൻട്രൽ ആയിട്ട് നിന്ന് ദൂരോട്ട് പോകാൻ ശ്രമിക്കത്തുള്ളൂ. ഇതിനകത്ത് ഇത് അങ്ങോട്ട്, ഇത് ഇങ്ങോട്ട്, മുകളിലത് അങ്ങോട്ട്, എല്ലാം കൂടെ ആഡ് ആയാലേ വരത്തുള്ളൂ അല്ലേ? മൊത്തം സംഭവം ഇത് ഇങ്ങോട്ടാണ്, എല്ലാം മുകളിലോട്ട്. അപ്പം നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ആഡ് ആയിട്ട് മുകളിലോട്ട് പോകും. ആണേ, ഇവിടുത്തെ കാര്യം നോക്കാം. നോക്കിയോ, നൈട്രജനും ഫ്ലൂറിനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഫ്ലൂറിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ. സോ എന്ത് ചെയ്യും? ഇങ്ങോട്ട് മൂവ്മെന്റ് പോകും. ഇവിടെയും ഇങ്ങോട്ട് മൂവ്മെന്റ് പോകും. ഇവിടെയും അങ്ങോട്ട് മൂവ്മെന്റ് പോകും. ഇവിടുത്തെ കാര്യമോ? ഇവിടെ ആണെങ്കിലോ മുകളിലോട്ടാണ് പോണത്. ഇപ്പൊ തന്നെ കാര്യം മനസ്സിലാക്കണമല്ലോ. ഇവിടെ നോക്കെ, ഇത് താഴോട്ടാണ്. അപ്പൊ നെറ്റ് ഫോഴ്സ് എങ്ങോട്ട് വരും? താഴോട്ട് പോകും. നെറ്റ് ഫോഴ്സ് ഇതിന്റെ ഈ ഫ്ലൂറിന്റെ ഈ മൊത്തം എന്ത് ചെയ്യും? താഴോട്ടാണ് പോണ. നെറ്റ് ഫോഴ്സ്, നെറ്റ് വെക്ടർ അല്ലെങ്കിൽ ഫോഴ്സ് എന്താണ്? താഴോട്ടാണ്. നൈട്രജന്റെ ലോൺ പെയറിന്റെ എഫക്റ്റോ നേരെ മുകളിലോട്ട് ആണല്ലോ. ഇപ്പം എനിക്ക് ഇത് രണ്ട് ഈക്വൽ അല്ലെന്ന് അറിയാം അല്ലേ? രണ്ടും ഒരിക്കലും ഈക്വൽ ആവില്ല. രണ്ട് ഈക്വൽ അല്ല. സോ പക്ഷെ ഇതിൽ ഇതാണോ വലുത് എനിക്ക് അറിയാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഇത് വലുതായിരിക്കാം, അല്ലെങ്കിൽ ഇത് വലുതായിരിക്കാം അല്ലേ? ഇതിപ്പം ഇതാണോ വലുത് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ രണ്ടും ഈക്വൽ അല്ലെന്ന് പറയാമല്ലോ. രണ്ടും ഈക്വൽ അല്ല. അപ്പൊ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അങ്ങോട്ട് കുറച്ച് അല്ലെങ്കിൽ ഇങ്ങോട്ട് കുറച്ച്, ഏതാണോ വലുത്. ഇപ്പം ഇത് വലുതും ഇത് ചെറുതാണെങ്കിൽ എന്ത് ചെയ്യും? നെറ്റ് എഫക്റ്റ് അങ്ങോട്ടാണെന്ന് പറയാം. അല്ല, ഇത് വലുതും ഇത് ചെറുതാണെങ്കിൽ നെറ്റ് എഫക്റ്റ് എന്താണ്? താഴോട്ടാണെന്ന് പറയാം അല്ലേ? ഏതാണ് വലുത് ആ ഭാഗത്തോട്ട് പോകും. അത്രയുള്ള സംഭവം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ
ഇവിടെ എന്തായാലും കുറെ ഭാഗം എന്ത് ചെയ്യും തമ്മിൽ ക്യാൻസൽ ആയി പോകുമല്ലോ. കുറെ ഭാഗം എന്ത് ചെയ്യും തമ്മിൽ ക്യാൻസൽ ആയി പോകും. എന്ത് ചെയ്യും ഇവിടെ നടക്കുന്ന സബ്ട്രാക്ഷൻ ആണ്. ഇവിടെ സബ്ട്രാക്ഷൻ ആണ് നടക്കുന്നത്. കറണ്ടിന്റെയും നെറ്റ് എഫക്റ്റിന്റെയും തമ്മിൽ കുറച്ചിട്ട് ബാക്കിയേ കിട്ടത്തുള്ളൂ. അതായത് ഇവിടെ ഇപ്പം 10 ആണെന്ന് വെച്ചോ. ഇവിടെ 10ഉം ഇവിടെ 5ഉം ആണെങ്കിൽ ഇവിടെ മോളുടെ 10ഉം താഴോട്ട് 5ഉം. അപ്പൊ എന്ത് ചെയ്യും ബാക്കി 5 ഉള്ളൂ. അപ്പൊ 5 എന്തേ ഉള്ളൂ മോളുടെ പോകത്തുള്ളൂ. നെറ്റ് വെട്ടർ 5 ഉള്ളൂ മോളോട്ട്. അങ്ങനെ ഓക്കെ. അതായത് തിരിച്ചാണെങ്കിൽ താഴോട്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം അപ്പൊ സ്വാഭാവികമായിട്ട് എന്തെയും സബ്ട്രാക്ട് ചെയ്തിട്ടുള്ള ബാക്കി നമുക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് NF3ക്ക് നെറ്റ് ഡൈപോൾ മൊമെന്റ് കുറവ്. 0 അല്ല കുറവ്. NH3ക്ക് കൂടാനുള്ള കാരണം ഞാൻ പറഞ്ഞ എല്ലാം ഒരേ സൈഡിലോട്ടാണ് പോണേ. ഓക്കെ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓർത്ത് വെക്കുക, പഠിക്കുക. എന്നാണ് NH3ക്കാണ് ഡൈപോൾ മൊമെന്റ് കൂടുതൽ. ആരെക്കാളും NF3യെക്കാളും. പരീക്ഷയ്ക്ക് ചിലപ്പോൾ 1 മാർക്ക് ചോദിക്കാറുണ്ട്. NF3യും NH3യും കമ്പയർ ചെയ്തിട്ട് ആർക്കാണ് കൂടുതലെന്ന്. അപ്പോൾ ചിന്തിക്കരുത് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ് ഫ്ലൂറിൻ എന്ന് പറഞ്ഞ് ചിന്തിച്ചു തുടങ്ങിയാൽ തെറ്റിപ്പോകും. സ്ട്രക്ചർ തന്നെ ഈ സ്ട്രക്ചർ തന്നെ മനസ്സിൽ കാണുക. NH3ക്കാണ് ഡൈപോൾ മൊമെന്റ് കൂടുതൽ. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ടോപ്പിക്കാണ് ഫജൻസ് റോള്. ഇപ്പൊ ഞാൻ പറഞ്ഞ് അത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം. ഇപ്പൊ തന്നെ ചെയ്യും, ഉറപ്പായിട്ട് ഇപ്പൊ തന്നെ ചെയ്യും. പക്ഷെ 2 ആയിട്ട് അപ്ലോഡ് ചെയ്യണേ ഉള്ളൂ. കാരണം ഇല്ലെങ്കിൽ വീഡിയോ എനിക്ക് ഒരുപാടായിപ്പോ തോന്നുന്നു. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ അടുത്തിട്ട് കാണാം. ഫജൻസ് റോളിൽ കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.